Hi students, myself NJS, Max Faculty, Universal Institute Kottakkal. JEE Mains in 2025 session 1 questions statistics എന്ന ചാപ്റ്ററിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇയർ 2024 23 കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറച്ചും കൂടി കൂടുതലാണ്. നമ്മൾ പൊതുവെ പറയുന്ന കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന റിപ്പീറ്റേഴ്സിനെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഈ ചാപ്റ്റർ ആക്ച്വലി ലെസ് ഇൻപുട്ടും ഹൈ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ചാപ്റ്ററിൽ പെടുത്തുന്ന ഒരു ചാപ്റ്ററാണ്. ബട്ട് ഈ വർഷം എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വളരെ കുറവാണ് ഇതെന്ന് ചോദിച്ചത്. ഇപ്പോൾ 2023 എനിക്ക് തോന്നുന്നു എല്ലാ ഷിഫ്റ്റുകളിലും 20 ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. അതായത് 2023 തന്നെ 2 സെഷൻ 1ലും സെഷൻ 2ലും 20ഓളം ഷിഫ്റ്റിലും നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാമായിരുന്നു. 24 കുറച്ചും കൂടി ക്വസ്റ്റ്യൻ എണ്ണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 25 എനിക്ക് തോന്നുന്നു വളരെ കുറഞ്ഞ ക്വസ്റ്റ്യനാണ് ഷിഫ്റ്റ് സെഷൻ 1 ചോദിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പം നിങ്ങൾ ചിലപ്പോൾ അടുത്ത സെഷനിൽ ചിലപ്പോൾ സെഷൻ 2 ചിലപ്പം കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടായേക്കാം. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുക. കാരണം വെച്ചാൽ കുറച്ച് പഠിക്കാനുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരുന്നു. നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക്. ആദ്യം 23 ജാനുവരിയിൽ ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യനാണ്. Marks obtained by all the students of class 12 are presented in a frequency distribution with classes of equal width. Let the median of this group data be 14 with the median class interval 12 to 18 and median class frequency 12. If the number of students whose marks are less than 12 is 18, then the total number of students is. ഇതൊരു മീഡിയനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള, അതായത് ഗ്രൂപ്പ്ഡ് ഡാറ്റയിലെ മീഡിയൻ കണ്ടുപിടിക്കേണ്ട ഐഡിയ ആണ് നമുക്ക് ഇവിടെ ആവശ്യം വരുന്നത്. അപ്പം ഒരു അതിൽ തന്നിരിക്കുന്ന മീഡിയൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റനിൽ മീഡിയൻ തന്നിട്ടുണ്ട്. മീഡിയൻ എത്ര തന്നിട്ടുണ്ട് മക്കളെ? 14 ആണ് തന്നത്. അപ്പം M14 ആണ്. മീഡിയൻ ക്ലാസ് തന്നിട്ടുണ്ട്. എത്ര മീഡിയൻ ക്ലാസ് നമുക്കറിയാം. മീഡിയൻ ക്ലാസ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 12 to 18 ആണ്. ആൻഡ് മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസി അതാണ് F ആക്കി എടുത്തത് 12 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂസ് മാർക്സ് ആർ ലെസ് ദാൻ 12 ഈസ് 18. അത് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു M കാണാൻ. ആ ഇക്വേഷൻ M കാണാനുള്ള ഫോർമുല ഇതാണ്: L+N/2 മൈനസ് CF ബൈ F ഇൻറ്റു H ആണ്. അതിൽ ആ CF എന്ന് പറഞ്ഞത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് ബിഫോർ ദ മീഡിയൻ ക്ലാസ്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഹൂസ് ലെസ് ദാൻ 12 ഈസ് 18. അപ്പോൾ CF ആണ് ഇവിടെ തന്നിരിക്കുന്നത് 18. H എന്ന് പറഞ്ഞത് വിഡ്ത്ത് ഓഫ് ദ ക്ലാസ് ഇൻ്റർവൽ. ഈ ക്ലാസ് ഇൻ്റർവലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 12ൻ്റെ 18ൻ്റെ ഇടയിലുള്ള വിഡ്ത്ത് എത്രയാണ്? 6 ആണ്. ശ്രദ്ധിക്കേണ്ടതിൽ ഇത്രേ ഉള്ളൂ. ഇഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂസ് മാർക്സ് ആർ ലെസ് ദാൻ 12 ഈസ് 18 എന്ന് പറഞ്ഞാൽ 12 മാർക്കിനേക്കാൾ കുറവ് കിട്ടിയ ആൾക്കാർ ടോട്ടലായിട്ട് 18 വരുന്നുണ്ട്. അപ്പോൾ അത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. അതാണ് 18. അതെല്ലാം കൂടി അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് N കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് N ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ അതിൽ കൊടുക്കാൻ പോവാണ്. ഈ വാല്യൂസ് എല്ലാം ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ 14 ഈക്വൽ ടു എല്ലാ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയം ക്ലാസ് 12 ആണ്. 12 + N/2 മൈനസ് CF ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ്? 18 ബൈ F ആരാണ് ഫ്രീക്വൻസി? ദാറ്റ് ഈസ് 12 ഇൻറ്റു H വിഡ്ത്ത് ഓഫ് ദ ക്ലാസ് ഇൻ്റർവൽ. വിഡ്ത്ത് ഓഫ് ദ ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയുമ്പോൾ 6 ആണ്. ഈ 12 അങ്ങോട്ട് പോകുമ്പോൾ 2 ഈക്വൽ ടു എന്തായി? N/2 മൈനസ് 18 ബൈ 12 ഇൻറ്റു 6 ആണ്. ആ 12ഉം 6ഉം കട്ട് ചെയ്താൽ ഇത് 2 ആയി മാറി. അപ്പോൾ 4 ഈക്വൽ ടു N/2 മൈനസ് 18 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 18 അങ്ങോട്ട് പോകുമ്പോൾ 22 ഈക്വൽ ടു N/2 ആണ്. സോ N ഈക്വൽ ടു ആരായിരിക്കും? ദാറ്റ് ഈസ് 44 ആയിരിക്കും ആൻസർ. സോ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 44 ആയിരിക്കും. ദാറ്റ് മീൻസ് തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. സോ തേർഡ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് വൺ. സോ 44 ആണ് ആൻസർ, കറക്റ്റ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ജാനുവരിയിൽ തന്നെ ഷിഫ്റ്റ് 2 ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ 23 ചോദിച്ചത് ജനുവരി ഷിഫ്റ്റ് 2. ദ വേരിയൻസ് ഓഫ് ദ നമ്പേഴ്സ് 8, 21, 34, 47 എക്സെട്ര 320 ഈസ്. വേരിയൻസ് ആണ്. അതിന് മുമ്പ് വേരിയൻസിൻ്റെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം വേരിയൻസിനെ കുറിച്ച് ചെറിയൊരു ധാരണ വേണം. വേരിയൻസ് എന്ന് പറഞ്ഞാൽ വേരിയൻസിനെ കുറിച്ച് ഒരു ചെറിയ ധാരണ നമുക്ക് പറയാം.
വേരിയൻസ് കാണാനുള്ള മാർഗ്ഗം വേരിയൻസ് എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞത് സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ ആണ് ഫോർ അൺഗ്രൂപ്ഡ് ഡാറ്റയുടെ കേസിൽ വേരിയൻസ് കാണാനുള്ള മാർഗ്ഗം. തന്നെ വേണം നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്, സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്, അല്ലെ സിഗ്മ എക്സ് ഐ ബൈ എൻ ദ ഹോൾ സ്ക്വയർ, ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. ഇതുപോലെ തന്നെ ഇതിൽ നമ്മൾ അറിയേണ്ടത് എൻ ഒബ്സർവേഷന് ഒരു എൻ ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ അതിൽ ഓരോ ഒബ്സർവേഷൻ ഞാൻ ഒരു കോൺസ്റ്റന്റ് വെച്ച് ആഡ് ചെയ്യുകയാണെങ്കിൽ വേരിയൻസിന് ഒരു മാറ്റവും വരില്ല. സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ വേരിയൻസിന് ഒരു ചേഞ്ചും വരില്ല. ബട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ വേരിയൻസിന് ചേഞ്ച് വരും. അതായത് ഇപ്പോൾ കെ എന്ന് പറഞ്ഞ നമ്പർ ആയിട്ട് അതായത് ഇഫ് x1 if x1 x2 etc xn are n observations if each observation are n observation and its variance is sigma square ആണെന്ന് വിചാരിക്കുക. If each observation is added or subtracted by a constant k, variance remains unchanged. അപ്പോൾ വേരിയൻസിന് മാറ്റം വരില്ല. ഈ പോയിന്റ് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ if each observation is multiplied or divided by or divided by a constant k, new variance എന്ന് പറഞ്ഞത് is k square times old variance ആയിരിക്കും. k square variance ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് പ്രൂഫല്ലോ അതിൽ പറയണമെങ്കിൽ കുറേ ഉണ്ട് മക്കളെ. പ്രൂഫായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഓരോ ഒബ്സർവേഷനും കെ വെച്ച് ആഡ് ചെയ്യുമ്പോൾ മീനും കെ വെച്ചിട്ട് ആഡ് ചെയ്യും. അപ്പോൾ അത് കട്ട് ചെയ്തു നമ്മൾ ഈക്വേഷൻ അനുസരിച്ചിട്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം പറയാൻ പറ്റും. അതേപോലെ തന്നെ വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ കാണാൻ ഫോർമുല ഇത് പറഞ്ഞിരിക്കണം. വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ കാണാൻ വി ഹാവ് എ ഫോർമുല. നാച്ചുറൽ നമ്പേഴ്സ് കാണാൻ n square minus 1 by 12 ആണ്. ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, n square minus 1 by 12 എന്നുള്ളത് നമുക്ക് വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അതിന് നമ്മളെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 8, 21, 34, 47, 320 ഇതിൻ്റെ വേരിയൻസ് ആണ് ചോദിച്ചത്. 8, 21, 34, 47, 8, 21, 34, 47 etc 320 ഇതിൻ്റെ വേരിയൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു കാര്യം മക്കളെ, സപ്പോസ് ഇതിൻ്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ നമ്പേഴ്സിൻ്റെ കൂടെ ഒരു വാല്യൂ ആഡ് ചെയ്താൽ വേരിയൻസ് മാറില്ലല്ലോ. അപ്പം ഞാൻ ത്രൂ ഔട്ട് ഇതിലെല്ലാത്തിലും 5 കൊണ്ടൊന്ന് അങ്ങനെ ആഡ് ചെയ്ത് നോക്കി. സപ്പോസ് ഇഫ് ഐ ആഡ് വിത്ത് 5 ഈച്ച് നമ്പർ 5 കൊണ്ട് ഞാൻ ഒന്ന് ആഡ് ചെയ്താൽ ഇതെന്തായി മാറി? 8 + 5, 21 + 5, 34 + 5,
47 plus 5 etc. 320 plus 5. അപ്പോഴും എന്ത് തന്നെ ആയിരിക്കും, വേരിയൻസ് മാറില്ല, സെയിം വേരിയൻസ് ആയിരിക്കും. ഇതിൻ്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണെങ്കിൽ ഇതിൻ്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണെന്ന് ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെയും വേരിയൻസ് എന്ത് തന്നെ ആയിരിക്കും, സിഗ്മ സ്ക്വയർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാരാ, ഈ നമ്പർ ആരായി മക്കളെ, 13, 26, 39, 47 plus 5 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 52, 49, 52 എക്സെട്ര 325. അപ്പം എനിക്ക് ആക്ച്വലി 8, 21, 34, 47 എക്സെട്ര 320യുടെ വേരിയൻസ് കാണാൻ പറഞ്ഞാൽ, അതിൻ്റെ വേരിയൻസ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്തിന് കണ്ടാൽ മതി, 13, 26, 39, 52 എക്സെട്ര 325 ഇതിൻ്റെ വേരിയൻസ് കണ്ടാൽ മതി. സോ ഇതിൻ്റെ വേരിയൻസ് 325 ഇതിൻ്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. നമുക്കറിയാം വേരിയൻസ് ഓഫ് ഫസ്റ്റ് തന്നെ. അപ്പോൾ വേരിയൻസ് ഓഫ് 1, 2, 3 എക്സെട്ര 25 വരെയാണെങ്കിൽ ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിൻ്റെ വേരിയൻസ് ആണ്. വി ഹാവ് എ ഫോർമുല, എന്തായിരിക്കും വേരിയൻസ്, ഇതിൻ്റെ വേരിയൻസ് എന്തായിരിക്കും, വേരിയൻസ് ഈക്വൽ ടു ദാറ്റ് ഈസ് n സ്ക്വയർ മൈനസ് 1/12 ആണ്. n സ്ക്വയർ മൈനസ് 1/12 ആണ്. ഈ എന്നിന് പകരം നമ്മൾ 25 ഇട്ട് കൊടുക്കേണ്ടത്, ദാറ്റ് ഈസ് 25 സ്ക്വയർ മൈനസ് 1/12 ആണ്. സോ 25 സ്ക്വയർ മൈനസ് 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 625 മൈനസ് 1, 624/12 ആണ്. 624/12 ആണ് ഇതിൻ്റെ വേരിയൻസ്. അപ്പോൾ ഈ 1, 2, 3 ടു എക്സെട്ര 25 വരെയുള്ള ഈ വേരിയൻസിന് നമ്മൾ 1 മുതൽ 25 വരെ ഉള്ളതിനെ ഓരോന്നിനെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് 13 × 1, 13 × 2, 13 × 3 എക്സെട്ര 13 × 25 ആണിത്, ഏത് ഈ എഴുതിയത്. അപ്പോൾ സിഗ്മ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇതിൻ്റെ വേരിയൻസ് എന്ന് പറഞ്ഞത് 13 സ്ക്വയർ. നമ്മൾ പറഞ്ഞ അനുസരിച്ച്, തീരെ അനുസരിച്ച് എന്താ, ഓരോ നമ്പറും കോൺസ്റ്റന്റ് കെ കൊണ്ട് മൾട്ടിപ്ലൈ വേരിയൻസ് കെ സ്ക്വയർ ടൈം ആവും. അപ്പോൾ 13 സ്ക്വയർ ടൈംസ് എന്തായി മാറി, ഇൻറ്റു 624/12 ആണ്. 169 ഇൻറ്റു 624 12 62 ആകുമ്പോൾ 5 തവണ പോവും, ബാക്കി 24 ഉണ്ട്, 50 എത്ര ആയിരിക്കും കട്ട് ചെയ്താൽ 52 ആയിരിക്കും, 52 ആയിരിക്കും. അപ്പോൾ ഇൻറ്റു 52 ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 8788 ആയിരിക്കും, 8788 ആയിരിക്കും റിക്വയർഡ് ആൻസർ. സോ ഇൻഡിജർ ടൈപ്പ് ആണ്, ആൻസർ എത്ര ആയിരിക്കുക, 8788 വിൽ ബി ദ റിക്വയർഡ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 24th January ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റൻ. ഫോർ എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ x1, x2 എക്സെട്ര x10 of 10 values, the student obtained the mean as 5.5 and summation of I equal to 1 to 10 xi square എന്നാണ് 371 ആണ്. He later found that he had noted two values in the data incorrectly as 4 and 5 instead of the corrected values 6 and 8 respectively. The variance of the corrected data. അതായത് തന്നിരിക്കുന്ന ഡാറ്റയിൽ 2 വാല്യൂസുകൾ ഇൻകറക്റ്റ് ആയിട്ടായിരുന്നു ആ കുട്ടി എൻ്റർ ചെയ്തത്. അതിൻ്റെ കറക്റ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പുതിയ വേരിയൻസ് എന്താണെന്നാണ് ചോദിച്ചത്. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് എക്സ് ബാർ കാണാനുള്ള ഫോർമുല എന്തായിരുന്നു, സമ്മേഷൻ ഓഫ് xi/n ആണ്, സിഗ്മ xi/n ആണ്. അപ്പോൾ 5.5 എന്ന് പറഞ്ഞത് സമ്മേഷൻ ഓഫ് I ഈക്വൽ ടു 1 to 10 xi/10 ആണ്. അപ്പം സമ്മേഷൻ ഓഫ് I ഈക്വൽ ടു 1 to 10 xi എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് 55 ആണ്. ബട്ട് ഇതിൽ ഈ വാല്യൂ ആക്ച്വലി കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള വാല്യൂ അല്ല, കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒബ്സർവേഷന് സമ്മാണ്. കറക്റ്റ് ചെയ്തപ്പം കറക്റ്റ് ചെയ്യുക പറഞ്ഞാൽ ഈ 4ഉം 5ഉം നമ്മൾ എടുത്ത് ഒഴിവാക്കണം. ഇൻകറക്റ്റ് വാല്യൂ ആണ് 4 and 5, ഇൻകറക്റ്റ് ആണ് 4ഉം 5ഉം. കറക്റ്റ് വാല്യൂ ആക്ച്വലി 6 and 8 ആണ്. ദിസ് ഈസ് ദ കറക്റ്റ് വാല്യൂ, 6 and 8 ആണ് കറക്റ്റ് വാല്യൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കറക്റ്റഡ് ഡാറ്റയുടെ സിഗ്മ xi എത്ര ആയിരിക്കും, സിഗ്മ ഈക്വൽ ടു 1 to 10 xi എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് 55
പ്ലസ് 6 പ്ലസ് 8 മൈനസ് 4 പ്ലസ് 5 ആണ്. അത് ആക്ച്വലി 50 4 കുറച്ചാൽ ദാറ്റ് ഈസ് 46, 52, 60 ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ കറക്റ്റ് ഡാറ്റയുടെ മീൻ എന്തായിരിക്കും? കറക്റ്റ് ഡാറ്റയുടെ മീൻ എന്ന് പറയുമ്പം ദാറ്റ് ഈസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to 10 xi കറക്റ്റഡ് ഡാറ്റയുടെ സിഗ്മ xi ബൈ 10 ആണ്. ദാറ്റ് ഈസ് 60 ഡിവൈഡ് ബൈ 10 ആണ്, അഥവാ 6 ആയിരിക്കും കറക്റ്റ് ഡാറ്റയുടെ മീന്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? വേരിയൻസ് ഓഫ് ദ കറക്റ്റ് ഡാറ്റയാണ്. സോ സിഗ്മ സ്ക്വയർ ഓഫ് കറക്റ്റ്, സിഗ്മ സ്ക്വയർ കാണാനുള്ള ഫോർമുല ഇതാണ്. സിഗ്മ xi സ്ക്വയർ ബൈ n മൈനസ് എക്സ് ബാർ സ്ക്വയർ ആണ്. അപ്പം ഇതിൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to 10 xi സ്ക്വയർ 371 ആണ് തന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ളതാണ്, അത് ഇൻകറക്റ്റ് വാല്യൂലുള്ളതാണ്. അപ്പോൾ കറക്റ്റഡ് ആയിട്ടുള്ളതിൻ്റെ എന്തായിരിക്കും? സിഗ്മ ഇത് എന്തായിരിക്കും? സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 10, സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to 10 xi സ്ക്വയർ കറക്റ്റഡ് എന്തായിരിക്കും? കറക്റ്റ് ഡാറ്റയുടെ എന്തായിരിക്കും അറിയോ? ആൻസർ 371 പ്ലസ് ഏതിൻ്റെ 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ആയിരിക്കും. 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഇതായിരിക്കും ആൻസർ. 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. അപ്പോൾ ഈ വാല്യൂ എത്ര ആയിരിക്കും മക്കളെ? ഈ വാല്യൂ summation of I equal to 1 to 10 xi square corrected data, corrected data that is ഇത് 100 ആണ്. 36 64 100 ആണ്. ഇത് 25 പ്ലസ് 16 അഥവാ 25 പ്ലസ് 16 41. അപ്പോൾ 330 പ്ലസ് 100 430 വരും. 430 ആയിരിക്കും കറക്റ്റ് ഡാറ്റയുടെ. അപ്പോൾ വേരിയൻസ് കാണാണെങ്കിൽ സിഗ്മ സ്ക്വയർ അഥവാ വേരിയൻസ് സിഗ്മ സ്ക്വയർ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ഇതാണ് സിഗ്മ സ്ക്വയർ, സിഗ്മ xi, സിഗ്മ സ്ക്വയർ കറക്റ്റഡ്, വേരിയൻസ് ഓഫ് കറക്റ്റഡ് ഡാറ്റ ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to 10 xi സ്ക്വയർ. അത് കറക്റ്റഡ് ആയിരിക്കണം, കറക്റ്റ് ഡാറ്റയുടെ ആണ്. അതും കറക്റ്റഡ് ബൈ 10 മൈനസ് എക്സ് ബാർ സ്ക്വയർ. ആ എക്സ് ബാർ സ്ക്വയർ ആണ്. ആ എക്സ് ബാർ എന്തായിരിക്കണം? കറക്റ്റഡ് ഡാറ്റയുടെ എക്സ് ബാർ ആയിരിക്കണം. 430 ബൈ 10 മൈനസ് എത്രയായിരുന്നു? ഇതിൻ്റെ മീന് 6 ആണ്, 6 സ്ക്വയർ. സോ 43 മൈനസ് 36 ആണ്. സോ ആൻസർ എത്ര ആയിരിക്കും മക്കളെ? 43 മൈനസ് 36 എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 7 ആയിരിക്കും ആൻസർ. 4 7 ആയിരിക്കും ആൻസർ. 7 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ. സോ 7 ഉണ്ട് ഓപ്ഷൻ. ഏതാ മക്കളെ ആൻസർ? തേർഡ് ഓപ്ഷൻ ആയിരിക്കും. 7 ഈസ് ദ കറക്റ്റ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 29th January ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. ലെറ്റ് x1 x2 etc x10 be 10 observations such that summation of I equal to 1 to 10 xi minus 2 equal to 30 ആണ്. The summation of I equal to 1 to 10 xi minus beta the whole square equal to 98, comma beta greater than 2 and the variance is 4 by 5 if mu and sigma square are respectively the mean and the variance of 2 into x1 minus 1 plus 4 beta, 2 into x2 minus 1 plus 4 beta, etc. 2 into x10 minus 1 plus 4 beta, then beta mu by sigma square is equal to. ക്വസ്റ്റ്യൻ ഇത്രയും വായിക്കുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും. കുറേ സാധനങ്ങൾ, കുറേ ഡാറ്റാസ് എല്ലാം തന്നിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ചെയ്തതിനേക്കാൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ലെവലായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ബട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കി നോക്കാം നമുക്കിതിനെ. അത് തന്നു വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഫസ്റ്റത്തെ പോർഷൻ അനുസരിച്ച് സമ്മേഷൻ ഓഫ് എന്താ തന്നിരിക്കുന്നത്? I equal to 1 to 10 xi minus 2
ഈക്വൽ ടു 30 ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to 10 xi മൈനസ് 2 ഇൻറ്റു സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to 10 ആണ്. അപ്പോൾ എന്ത് വരും? 2 പുറത്തെടുത്തിട്ട് സമ്മേഷൻ ഓഫ് ഐ അല്ലെങ്കിൽ സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to 10 2 ആണ്. അപ്പോൾ 2 10 പ്രാവശ്യം ആഡ് ചെയ്യണം, അതാണ് അർത്ഥം. അപ്പോൾ 2 ഇൻറ്റു 10 വരും. എങ്ങനെ എഴുതാം? 2 ഇൻറ്റു സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to 10, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം 2 ഇൻറ്റു 10 ഈക്വൽ ടു 30 ആണ്. അങ്ങനെ 10 വന്ന് അതിനർത്ഥം സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to 10 2, അതായത് 2 ഇങ്ങനെ 10 ടൈംസ് ആഡ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to 10 xi എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് 50 ആണ്. അത് 50 ആണെന്ന് മനസ്സിലായി. ഇനി എന്താ പറഞ്ഞത്? അടുത്ത സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to 10 xi മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഈക്വൽ 98 ആണ്. സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to 10 xi മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 98 ആണ്. എക്സ്പാൻഡ് ചെയ്തിരുന്നെങ്കിൽ സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to 10 xi സ്ക്വയർ മൈനസ് a മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് 2 ബീറ്റ xi പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു 98. സമ്മേഷൻ ഓരോരുത്തർക്ക് കൊടുത്തിരുന്നെങ്കിൽ സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to 10 xi സ്ക്വയർ മൈനസ് minus 2 beta into summation of I equal to 1 to 10 xi plus summation of I equal to 1 to 10 beta square equal to 98. അപ്പോൾ ഇതിൽ മക്കളെ ഇതിൻ്റെ ആൻസർ നമുക്കറിയാം. സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to 10 xi സ്ക്വയർ അവിടെ കേട്ടെ സിഗ്മ സ്ക്വയർ നമുക്കറിയാം. സിഗ്മ സ്ക്വയർ അതായത് വേരിയൻസ് എന്ന് പറയുമ്പോൾ അതായത് 4/5 ആണ്. വേരിയൻസിന് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അവർ. 4/5 ആണ് വേരിയൻസ്. വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വേരിയൻസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് xi സ്ക്വയർ ബൈ 10 മൈനസ് എക്സ് ബാർ സ്ക്വയർ. എക്സ് ബാർ എത്രയാണ്? എക്സ് ബാർ എന്ന് പറയുമ്പം ഇവിടുന്ന് എക്സ് ബാർ നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് ബാർ ഈക്വൽ ടു അല്ലെങ്കിൽ സമ്മേഷൻ ഓഫ് xi ബൈ 10 ദ ഹോൾ സ്ക്വയർ ആണ്. 4/5 ഈക്വൽ ടു summation of xi square I equal to 1 to 10 xi square by 10 minus 50/10 ആണ്. 5 സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനെ അങ്ങോട്ട് കട്ടിയിരുന്നെങ്കിൽ 4/5 plus 25 into 10 ആണ്. Summation of I equal to 1 to 10 xi square. ഇത് 8 plus 250. Summation of I equal to 1 to 10 xi square. അപ്പോൾ ആ വാല്യൂ എത്രയായി മക്കളെ? സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to 10 xi സ്ക്വയറിൻ്റെ വില 258 ആണ്. ഈ 258 നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊണ്ടുപോയി കൊടുക്കാം, ഈ ഇക്വേഷനിൽ കൊടുക്കാം. ഇവിടെ ഇതിന് പകരം 258 കൊടുക്കാം. ഓരോന്നിൻ്റെ വാല്യൂ എടുത്ത് നോക്കാം. ബീറ്റ സ്ക്വയർ എന്ന് പറയുമ്പോൾ ബീറ്റ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ഇതിൽ ഞാൻ എന്ത് ചെയ്തു? ഈ പറഞ്ഞതിന് 258 കൊടുത്തു മൈനസ് 2 ബീറ്റ ഇൻറ്റു സമ്മേഷൻ ഓഫ് ഐ ഇൻറ്റു xi എന്ന് പകരം 50 കൊടുത്തു
പ്ലസ് സമ്മേഷൻ ഓഫ് ബീറ്റാ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ 10 ബീറ്റാ സ്ക്വയർ എത്ര ആവശ്യം വരും? അത് ബീറ്റാ സ്ക്വയർ എടുത്തല്ല 10 വരും, 10 ബീറ്റാ സ്ക്വയർ വരും. 10 ബീറ്റാ സ്ക്വയർ ഈക്വൽ ടു 98 ആവും. ഇങ്ങനെ വരും അല്ലേ? സോ 258 10 ബീറ്റാ സ്ക്വയർ മൈനസ് 100 ബീറ്റ. ഒരു ഇക്വേഷൻ കിട്ടുന്നതാണ് 10 ബീറ്റാ സ്ക്വയർ മൈനസ് 100 ബീറ്റ പ്ലസ് എത്ര വരും? 258 നിന്ന് 98 കുറച്ചാൽ 160 ഈക്വൽ ടു 0 ആണ്. ത്രൂ ഔട്ട് ഇത് കുറച്ച് കഴിഞ്ഞാൽ ബീറ്റാ സ്ക്വയർ മൈനസ് 10 ബീറ്റ പ്ലസ് 16 ഈക്വൽ ടു 0 ആണ്. അപ്പം അത് സോൾവ് ചെയ്യുമ്പോൾ ബീറ്റ മൈനസ് ആ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യുമ്പോൾ ബീറ്റ മൈനസ് 2 ഇൻറ്റു ബീറ്റ മൈനസ് 8 ഈക്വൽ ടു 0 ആണ്. അഥവാ ബീറ്റ ഈക്വൽ ടു 2 ഓർ ബീറ്റ ഈക്വൽ ടു 8 ആണ്. ബട്ട് ബീറ്റ നോട്ട് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു. ബീറ്റ ഗ്രേറ്റർ ദാൻ 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബീറ്റ 2 ആവാൻ പാടില്ല. ബീറ്റ നോട്ട് ഈക്വൽ ടു 2. സോ ബീറ്റ 8 ആണ്. ബീറ്റ 8 ആവാനേ പറ്റുള്ളൂ. സോ ബീറ്റ ഈക്വൽ ടു 8 ആണെന്ന് മനസ്സിലായി. ഇനി അതേപോലെ തന്നെ if mu and sigma square are respectively the mean and variance of 2 into x1 minus 1 plus 4 beta 2 into x2 minus അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ്റെ അടുത്ത പാർട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ബീറ്റ 8 ആണ് നമ്മൾ എടുക്കുക. ബീറ്റ കാരണം ബീറ്റ ഗ്രേറ്റർ ദാൻ 2 ആണെന്ന് പറഞ്ഞത്. ബീറ്റ അപ്പം നോട്ട് ഈക്വൽ 2 ആണ്. ശേഷം നമ്മൾ if mu and sigma square are respectively the mean and the variance ഓഫ് ഈ പറഞ്ഞ ഒബ്സർവേഷൻ, അതിന് മുമ്പ് x1 പ്ലസ് x1 x2 എക്സെട്ര x10 ഈ ഒബ്സർവേഷൻ്റെ ഈ 10 ഒബ്സർവേഷൻ്റെ വേരിയൻസ് 4/5 നമുക്ക്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തന്നെ മീൻ എത്ര ആയിരിക്കും? മീൻ എന്ന് പറയുമ്പോൾ ആ കേസിലെ മീൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 50 ഡിവൈഡ് ബൈ 10 അഥവാ 5 ആയിരിക്കും. 5 ആയിരിക്കും. കാരണം 50 ഡിവൈഡ് ബൈ 10 അഥവാ 5 ആയിരിക്കും എക്സ് ബാർ അഥവാ മീൻ എന്ന് പറഞ്ഞത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതല്ല. ഈ ഒബ്സർവേഷൻസ് ഒക്കെ 2 ഇൻറ്റു x1 മൈനസ് 1 പ്ലസ് 4 ബീറ്റ പ്ലസ് 2 ഇൻറ്റു x2 മൈനസ്, അതായത് 2 ഇൻറ്റു x1 മൈനസ് 1 പ്ലസ് 4 ബീറ്റ പ്ലസ് 4 ബീറ്റ 2 ഇൻറ്റു x2 മൈനസ് 1 പ്ലസ് 4 ബീറ്റ 2 into x3 minus 1 plus 4 beta plus etc. 2 into x10 minus 1 plus 4 beta. ഇതിൻ്റെ മീനാണ് ആരെന്ന് പറഞ്ഞത്? മ്യൂ എന്ന് തന്നത് അല്ലേ? ഇതിൻ്റെ മീനാണ് മ്യൂ എന്നും വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണെന്നും പറഞ്ഞത്. ഇതിൻ്റെ മീന് മ്യൂ ആണെന്നും വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ വേറെ എന്തോ ഒരു വാല്യൂ ആണ് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കുന്നത് ബീറ്റ മ്യൂ ബൈ സിഗ്മ സ്ക്വയർ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബീറ്റ മ്യൂ ബൈ സിഗ്മ സ്ക്വയർ. ഈ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. ബീറ്റ മ്യൂ ബൈ സിഗ്മ സ്ക്വയർ ഈ വാല്യൂ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഐഡിയ, നമ്മൾ മുമ്പ് ചെയ്ത ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ ഒബ്സർവേഷന് x1 x2 എക്സെട്ര x1, x2 x3 എക്സെട്ര x10 ഇതിൻ്റെ മീന് നമുക്കറിയാം 10. മീൻ എത്രയാണ്? 5 ആണ്. നമ്മൾ ഓൾറെഡി എഴുതി വെച്ചു. മീന് 5 ആണ്. അങ്ങനെയാണ് ഈ ഓരോ ഒബ്സർവേഷൻ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആഡ് ചെയ്തു എന്നിരിക്കും. ഇപ്പോൾ ഇതിൽ ഇപ്പം -2 കോമ എടുത്തിട്ടുണ്ട്. ഞാൻ ഓരോ ഒബ്സർവേഷൻ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ x1 പ്ലസ് 2 ബീറ്റ മൈനസ് 1 x2 പ്ലസ് 2 ബീറ്റ മൈനസ് 1 എക്സെട്ര x10 പ്ലസ് 2 ബീറ്റ മൈനസ് 1. അങ്ങനെയാണ് പുതിയ മീൻ എന്തായി ഉണ്ടാവും? ന്യൂ മീന് 5 പ്ലസ് 2 ബീറ്റ മൈനസ് 1 ആയി ഉണ്ടാവും.
ഇനി ഇതിനെ ഓരോന്നിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ 2 ഇൻറ്റു x1 പ്ലസ് 2 ബീറ്റ മൈനസ് 1 അഥവാ x1 പ്ലസ് 2 ബീറ്റ മൈനസ് 1 2 ഇൻറ്റു x2 പ്ലസ് 2 ബീറ്റ മൈനസ് 1 comma etc 2 into x10 2 into x10 plus 2 beta minus 1. അപ്പോൾ അതിൻ്റെ പുതിയ മീൻ എന്തായിരിക്കും? അതിൻ്റെ പുതിയ മീൻ ന്യൂ മീൻ എന്തായിരിക്കും? ആ കേസിൻ്റെ ന്യൂ മീൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് 2 into 5 plus 2 beta minus 1 ആയിരിക്കും. അപ്പം മ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി 2 ഇൻറ്റു 5 പ്ലസ് 2 ബീറ്റ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 8 ആണ്. 2 ഇൻറ്റു 8 മൈനസ് 1 ആണ്. ദാറ്റ് മീൻസ് 16 മൈനസ് 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 15 പ്ലസ് 5 20 ഇൻറ്റു 2 40 ആയിരിക്കും മ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂ 40 ആണെന്ന് കിട്ടി. ഇത് തന്നെയാണ് നമ്മളോട് കാണാൻ പറഞ്ഞത് അല്ലേ? ഇത് തന്നെയല്ലേ നമ്മളോട് കാണാൻ പറഞ്ഞത്? നോക്കി നോക്ക്. കാരണം എന്താ വെച്ചാൽ അറിയാം, ഇത് ബ്രാക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി നോക്ക്. 2 ഇൻറ്റു x1 മൈനസ് 1 പ്ലസ് 4 ബീറ്റ, അത് തന്നെയല്ലേ ഇത്? 2 ഇൻറ്റു x1 മൈനസ് 1 പ്ലസ് 4 ബീറ്റ, 2 ഇൻറ്റു x2 മൈനസ് 1 പ്ലസ് 4 ബീറ്റ etc 2 into x10 minus 1 plus 4 beta. റെഡി അല്ലേ? ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ വേരിയൻസ് ആണ് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞത് അല്ലേ? സിഗ്മ സ്ക്വയർ. ഇപ്പോൾ വേരിയൻസിന് എന്താ സംഭവിക്കുക? നമ്മൾ പറഞ്ഞ ഐഡിയ അനുസരിച്ച് ഓരോ ഒബ്സർവേഷനെ നമ്മൾ 2 ബീറ്റ മൈനസ് 1 കൊണ്ട് ആഡ് ചെയ്താൽ വേരിയൻസ് സെയിം ആയിരിക്കും. ഇതിൻ്റെ വേരിയൻസിന് മാറില്ല. വേരിയൻസ് എന്തായിരിക്കും? വേരിയൻസ് 4/5 ആയിരിക്കും. ആദ്യത്തെ 2 ബീറ്റ മൈനസ് 1 ത്രൂ ഔട്ട് ആഡ് ചെയ്തുകൊണ്ട് വേരിയൻസിന് മാറ്റമൊന്നും വരില്ല. പക്ഷെ 2 ഇൻറ്റു 2 കൊണ്ട് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ വേരിയൻസ് എന്താവും? 2 സ്ക്വയർ. അഥവാ ഇതിൻ്റെ വേരിയൻസ് എന്തായി മാറും? അപ്പം ഇതിൻ്റെ വേരിയൻസ് എന്തായി മാറും? ദാറ്റ് ഈസ് 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 4/5 ആവും. 4 ഇൻറ്റു 4/5 അതായത് 16/5 ആവും. അപ്പം വേരിയൻസ് സിഗ്മ സ്ക്വയർ എത്രയായി മാറി? 16/5 ആയി ഉണ്ടാവും. ആക്ച്വലി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ സാധനം ബീറ്റ മ്യൂ ബൈ സിഗ്മ സ്ക്വയർ ആണ്. ബീറ്റ 8 ആണ്, മ്യൂ ആരാ? 40 ആണ്, സിഗ്മ സ്ക്വയർ 16/5 ആണ്. സോ 8 ഇൻറ്റു 40/16 ഇൻറ്റു 5 ആണ്. സോ ഇത് 2 ആയി മാറി. 20 ഇൻറ്റു 5 അഥവാ 100 ആയിരിക്കും ആൻസർ. സോ ഈ വാല്യൂ എത്ര ആയിരിക്കും മക്കളെ? ബീറ്റ മ്യൂ ബൈ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബീറ്റ മ്യൂ ബൈ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ, കറക്റ്റ് ആൻസർ. കുറച്ച് ലെങ്തിയർ ആണ്, ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്ക് JEE മെയിൻസ് ഇപ്പോൾ 2025 സെഷൻ 1 ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നമുക്ക് വേറൊരു ചാപ്റ്റർ ആയിട്ട് കാണാം. താങ്ക് യു.